മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. KPCC പുനഃസംഘടനയിൽ ആന്റോ ആന്റണിക്ക് കടുത്ത അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചതായി സൂചന. ആന്റോ ആന്റണി ഉടൻ മാധ്യമങ്ങളെ കാണും. ജോസി ബാബുണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ആന്റോ എപ്പോഴാണ് മാധ്യമങ്ങളെ കാണുന്നത്? ആന്റോയുടെ അതൃപ്തി പറയാൻ വേണ്ടി തന്നെയാണോ മാധ്യമങ്ങളെ കാണുന്നത്? അജി, കടുത്ത അതൃപ്തിയിലാണ് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആന്റോ ആന്റണി അനുകൂല പ്രവർത്തകരും. എന്തായാലും പറഞ്ഞു പറ്റിച്ചു എന്നുള്ളൊരു വികാരമാണ് ആന്റോ ആന്റണി അനുകൂലികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആന്റോ ആന്റണി എന്ന പേരിലേക്ക് എത്തി. ഇനി പ്രഖ്യാപനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നായിരുന്നു ആന്റോ ആന്റണി അനുകൂലികളുടെ പ്രതികരണങ്ങൾ. അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി KPCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നടത്താനുള്ള പരിപാടികൾ അവർ ആലോചിച്ചിരുന്നു. അതിനുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങളടക്കം, അതുപോലെ പുതുപ്പള്ളിയിലെ കല്ലറിലെത്തുന്ന അടക്കമുള്ള ക്രമീകരണങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളിലൊന്നും പരസ്യമായ ഒരു പ്രതികരണം ആ ദിവസങ്ങളിലൊന്നും നടത്താൻ ആന്റോ ആന്റണി തയ്യാറായിരുന്നില്ല. എല്ലാം പ്രഖ്യാപനത്തിന് ശേഷം എന്നതായിരുന്നു ആന്റോ ആന്റണിയുടെ നിലപാട്. ഏറ്റവും അവസാന നിമിഷം വരെ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ആന്റോ ആന്റണിയുടെ ക്യാമ്പ് ഈ തീരുമാനത്തിൽ കണ്ടിരുന്നത്. പക്ഷേ പൊടുന്നനെ നേരത്തെ ഉണ്ടായിരുന്ന സാധ്യതകൾ മുഴുവൻ തട്ടിമാറ്റിക്കൊണ്ട് ആന്റോ ആന്റണിയുടെ പേര് ഇല്ലാതാകുന്നു. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ആന്റോ ആന്റണിയുടെ അനുകൂലികളായ പ്രവർത്തകർക്കൊക്കെയും. പ്രത്യേകിച്ച് കടുത്ത അതൃപ്തി ആന്റോ ആന്റണിക്കുണ്ട് എന്ന് തന്നെ അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അല്പസമയത്തിനകം ആന്റോ ആന്റണി താമസിക്കുന്ന ഇപ്പോൾ കോട്ടയം കുടമാളൂരിലുള്ള വീടിന് പുറത്തേക്ക് അദ്ദേഹം വരും. അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇക്കാര്യങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ അതൃപ്തി അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചതായുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ശക്തമായ ഒരു പ്രതികരണം KPCC പ്രസിഡന്റ് ആക്കാത്തതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് എന്നതിലുള്ളത് അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നേതൃതലത്തിൽ നടക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള പ്രതികരണം ഏതായാലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം ആന്റോ ആന്റണി പുറത്തു വരും. പറഞ്ഞു പറ്റിച്ചു എന്നുള്ള പൊതുവികാരമാണ് ആന്റോ ആന്റണി അനുകൂലികൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. അജി, ഒപ്പം തന്നെ അങ്ങനെ പരസ്യമായ ഒരു അതൃപ്തി ആന്റോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ജോസി? പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. 15 വർഷമായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ ആന്റോ ആന്റണി പ്രതിനിധീകരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള നേതൃസ്ഥാനങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു MP എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയെ അനുസരിക്കുക, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുകയല്ലേ ചെയ്യുന്നത്? അദ്ദേഹത്തിന് അതൃപ്തി പരസ്യമാക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ടോ? എന്താണ് ഒരു രാഷ്ട്രീയമായി ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താൻ കഴിയുക? തീർച്ചയായും അജി, പാർലമെന്ററി പദവി വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ തുറന്നടിക്കുന്നത് പാർട്ടിക്ക് നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ തുറന്നടിക്കുവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണെന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കുവാനും കഴിയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ക്യാമ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ ഒരു സമയത്തും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണിയെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല. നേരെ മറിച്ച് നേതൃത്വത്തിൽ നിന്ന് തന്നെയും, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചർച്ചകൾ വഴിയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. പിന്നീട് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ഉറപ്പ് ലഭിച്ചു എന്നതാണ് ആന്റോ ആന്റണി ക്യാമ്പ് പറയുന്നത്. പ്രഖ്യാപനം മാത്രമാണ് ഇനി ഉണ്ടാകുക എന്നുള്ള കാര്യത്തിലായിരുന്നു ആന്റോ ആന്റണിയുടെ അനുകൂലികൾ ഉണ്ടായിരുന്നത്. ആ നിലയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില യോഗങ്ങളും അതോടൊപ്പം ചില പ്രഖ്യാപനത്തിന് ശേഷം നടത്തേണ്ട ചില പരിപാടികളും പുതുപ്പള്ളിയിൽ കല്ലറയിൽ പോകേണ്ടതടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയിലായിരുന്നു. എന്തായാലും ആ തീരുമാനം വന്നതിന് ശേഷം പ്രതികരിക്കാമെന്ന് ഇതിന്റെ അനുകൂലികൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പേര് വെട്ടിക്കളയുന്നത്, അദ്ദേഹം ഈ പുനഃസംഘടനാ പട്ടികയിൽ ഉൾപ്പെടാതെ പോകുന്നത്. അതിൽ അദ്ദേഹത്തിന് കടുത്ത അമർഷമുണ്ട്. ഒരുപക്ഷെ ആജി സൂചിപ്പിച്ചതുപോലെ ഒരു പാർലമെന്ററി പദവി വഹിക്കുന്ന ആൾ, അതോടൊപ്പം നേരത്തെ DCC അധ്യക്ഷനായിരുന്ന ആൾ, ഈ നിലയ്ക്ക് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ തുറന്നടിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണ്. നേതൃതലത്തിൽ നിന്ന് തന്നെ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അദ്ദേഹം ഏത് നിലയ്ക്ക് ഈ തീരുമാനത്തെ എടുക്കുമെന്നുള്ളൊരു ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ അതൃപ്തി പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും നേരത്തെ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു നമുക്ക്. ജോസിലേക്ക് മടങ്ങി